അൻവറക്കൂട്ട് പൊതുരാഷ്ട്രീയത്തിൽ നന്നായിട്ട് ഇടപെടുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ലൈവായി ഇരിക്കുകയും ഏത് വിഷയവും നല്ല ബോധ്യത്തോടെയും ധാരണയോടെയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത് ഇത് പറഞ്ഞത്. ഈ 175 ദിവസം അത് പറഞ്ഞില്ലല്ലോ. MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി പല മാപ്പും വരും, പല ആരോപണവും വരും. നാളെ വരാൻ പോകുന്ന മാപ്പ് ഇതിനെക്കുറിച്ചായിരിക്കും. അൻവർ നാളെ വരാൻ പോകുന്നത് ഗാന്ധി എന്ന പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത 4ാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി. ഞാനല്ല പറഞ്ഞത്, ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന സകല മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിന്റെ ഇങ്ങനെ ഒരു മനുഷ്യന് ഉണ്ടാകുമോ? നെഹ്റു കുടുംബത്തിന്റെ ജനിച്ച ഒരാൾ എന്ന് പറയാൻ കഴിയുമോ? എനിക്ക് ഇക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് യാതൊരു തർക്കമില്ല. അതിലുള്ള മാപ്പും നാളെ വരും. അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പലരെയും കണക്ട് ചെയ്യും. ഇപ്പൊ എന്തായാലും തലശ്ശേരി കോടതിയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓൺ റെക്കോർഡ് മറുപടി ഉണ്ട്. അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങനെ, അല്ല ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ അതിന് കിട്ടുമെന്നുള്ള പിണറായിയുടെ മറുപടി ഉണ്ട്. ആയിക്കോട്ടെ, അത് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല മിസ്റ്റർ വേണു. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് ഓരോ രംഗത്തും വികസന മുന്നേറ്റവുമായി കുതിക്കുകയാണ്. 2 സൂചികയിലുള്ളൂ: മാനവ വിഭവ സൂചിക, സുസ്ഥിര വികസന സൂചിക. ഈ ഇന്ത്യയിൽ അതിലെല്ലായിടത്തും ഈ കേരളം ഒന്നാമതെത്തി. ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ പലതും നിങ്ങൾ കണ്ടില്ലെന്നിരിക്കും, പക്ഷെ ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അൻവറിന്റെ വിഷയം ചർച്ച ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് ഓരോ വികസന പ്രവർത്തനത്തിൽ നിന്ന് അടുത്ത വികസന പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ പെൻഷൻ എല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കൊടുത്ത വികസന പ്രവർത്തനം വളരെ കൃത്യമായിട്ട് വാക്കു പാലിച്ച് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ വയനാടിനെ പുനർനിർമ്മിക്കണം, മുണ്ടക്കയിലും പുനർനിർമ്മിക്കണം. ഒറ്റ സെക്കൻഡ് മിസ്റ്റർ വേണു, ഞാൻ ഒറ്റ സെക്കൻഡ്. അതായത് ഇവിടെ മിസ്റ്റർ സുഗു, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അരുൺകുമാർ പറയുകയാണ് പാർട്ടി അംഗങ്ങൾ പോലും പോയിട്ടില്ല, എന്നിട്ട് സുഗു വന്നിരിക്കുകയല്ലേ എന്നാണ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് പറഞ്ഞത്. ഈ സുഗു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ, പാർട്ടി അനുവദിക്കാതെ വന്നപ്പോൾ പാർട്ടി വിട്ട് പോയ ആളാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടിയായിട്ട് കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹം അൻവറിന്റെ കൂടെ പോയിട്ട് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പോയില്ലേ എന്നാണ് പറയുന്നത്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയോ പാർട്ടി മെമ്പറോ പാർട്ടിയായിട്ട് ബന്ധമുള്ള ഒരാളും PV അൻവറിന്റെ കൂടെ പോയിട്ടില്ല. അത് പോയത് ആരൊക്കെയാണെന്ന് ആ സിനിമാ പ്രവർത്തകർ അന്ന് പറഞ്ഞ അനുഭവം പൊതുമണ്ഡലത്തിലുണ്ട്. ശരി അബിൻ മറുപടി. അല്ല, ശ്രീ KS അരുൺകുമാർ പറഞ്ഞത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അഭിനവ് ഒറ്റ സെക്കൻഡ് ശ്രീ സുഗു മറുപടി. അല്ല, അരുൺകുമാർ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ മാറി നിന്ന ആളാണ് എന്നാണ് ആരോപണം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വഴിക്കടവ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായിരുന്നു മിസ്റ്റർ. അറിയോ? സ്ഥാനാർത്ഥികളെ അടക്കം തീരുമാനിക്കാനുള്ള അധികാരമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനായിരുന്നു. അത് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് 2021 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള എടക്കര ഏരിയ സമ്മേളനം. ആ ഏരിയ സമ്മേളനം വരെ ഞാൻ പാർട്ടിയുടെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം വരെ ഞാൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. അറിയോ താങ്കൾക്ക്? താങ്കൾ നിലമ്പൂരിലെ എടക്കരയിലെ പാർട്ടി നേതൃത്വമായിട്ടൊന്ന് അന്വേഷിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുക. താങ്കൾ CPM-ന്റെ അംഗമായിരുന്നോ? അതാണ് എന്റെ ചോദ്യം. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ. താങ്കൾ CPM-ന്റെ അംഗമായിരുന്നോ PV അൻവറിന്റെ കൂടെ പോകുമ്പോൾ? അതല്ലല്ലോ താങ്കൾ പറഞ്ഞത്. അതല്ലല്ലോ താങ്കൾ പറഞ്ഞത്. അത് മാത്രമേ ചോദിച്ചുള്ളൂ. അതാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത്. അല്ലാതെ താങ്കൾ പണ്ട് എന്തായിരുന്നോ അതിനൊന്നും ഞാൻ ചലഞ്ച് ചെയ്തില്ല. CB അൻവറിന്റെ കൂടെ പോകുമ്പോൾ CPM-ന്റെ അംഗമായിരുന്നില്ല എന്നതാണ് എന്റെ വാദം. അതിപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതിന് ഞാൻ അതിന്റെ ഭാഗമുണ്ട. താങ്കൾ എന്നെ കുറിച്ച് പറഞ്ഞതിന് എനിക്കുള്ള മറുപടി ഇതാ. വഴിക്കടവ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി നിങ്ങൾക്കറിയോ? 2 ലോക്കൽ പ്രതിനിധിക്കാണ് മറുപടി കൊടുത്തത്.